മനുഷ്യപ്രിയയുടെ ഇഷ്യൂ ആരംഭിച്ചത് മുതൽ യമൻ നമ്മുടെ വാർത്തകളിൽ ഇടം നേടുകയാണ്. രാഷ്ട്രീയ വ്യവസ്ഥകൾ താറുമാറായ, ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഓപ്പൺ ആവാത്ത അസ്ഥിരാവസ്ഥയുടെ ഒരു യമനാണ് വർത്തമാന ചിത്രത്തിൽ നാം കാണുന്നത്. എന്നാൽ ചരിത്രത്തിൽ യമൻ രാഷ്ട്രീയ വ്യവസ്ഥകളുണ്ടായിരുന്ന, ഭരണവ്യവസ്ഥകളുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. അറേബ്യൻ പെനിൻസുലയിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് രാഷ്ട്രീയമായ വ്യവസ്ഥ അവിടെ നിലനിന്നിരുന്നു. ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും അവിടെ ഭരണങ്ങൾ ഉണ്ടായിരുന്നു. സബ രാജാക്കന്മാർ ചരിത്രത്തിൽ ഇടം നേടിയ ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നു. അറേബ്യയിലെ മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച്, ഭൂവിഭാഗങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു യമൻ. ഇന്ന് യമൻ രാഷ്ട്രീയ അസ്ഥിരതയുടെയും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുടെയും വക്കിലാണ്. എന്നാൽ ചരിത്രത്തിൽ യമൻ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഏതൻ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 1928 മുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇറക്കിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റാണ് അൽ ഖാബ്നാമ. അൽ ഖാബ്നാമ എന്ന് പറഞ്ഞാൽ രാജാധികാര പ്രിൻസിലി സ്റ്റേറ്റുകൾ അവിടെ കൊടുക്കേണ്ട സല്യൂട്ടുകൾ, ആളുകളുടെ പദവികൾ, അവരുടെ സ്ഥാനങ്ങൾ, ഇതൊക്കെ വിവരിക്കുന്ന ഒരു ഡയറക്ടറിയാണ് അൽ ഖാബ്നാമ. പേര് സൂചിപ്പിക്കും പോലെ പേർഷ്യൻ ഭാഷയിലുള്ള ഒരു പേരാണ് അൽ ഖാബ്നാമ. ഡയറക്ടറി പോലെ എല്ലാ വർഷവും ഇറക്കുന്ന ആ ഡയറക്ടറിയിൽ 1928 മുതൽ ഉള്ള ഒരു അൽ ഖാബ്നാമ പരിശോധിക്കുമ്പോൾ അവിടെയുള്ള പ്രിൻസിലി സ്റ്റേറ്റുകൾ ആൽഫബറ്റിക് ക്രമത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ആ രേഖപ്പെടുത്തിയ ആൽഫബറ്റിക് ക്രമത്തിലുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അബുദാബിയുണ്ട്, അജ്മാനുണ്ട്, ഏദനുണ്ട്, മറ്റ് ബർമയുണ്ട്, ഭൂട്ടാനുണ്ട്. ഇങ്ങനെയുള്ള ഒരു വിശാലമായ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. യമനിലും അബുദാബിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ കറൻസി ആയിരുന്നു. പാസ്പോർട്ടുകൾക്ക് പതിച്ചിരുന്ന സ്റ്റീൽ ഗ്രേറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന സീലായിരുന്നു. അപ്പോൾ സദ്ദുൽ മആരിബ് മുതൽ ഏതാണ്ട് ഹിമാലയ പർവ്വതം വരെ നീളുന്ന വലിയ ഒരു സൈനിക ശക്തിയായി ബ്രിട്ടീഷുകാർ നിലനിന്നിരുന്നു. എന്നാൽ യമനിന്റെ ചരിത്രത്തിൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ യമൻ രാഷ്ട്രീയമായ അസ്ഥിരതയുടെ കേന്ദ്രമായിരുന്നില്ല. അവിടെ അറേബ്യൻ പെനിൻസുലയിലെ മറ്റ് ഭൂവിഭാഗങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ ഭരണക്രമം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഭരണമുണ്ടായിരുന്നു. സബ രാജാക്കന്മാർ അവിടെ ഭരണം നടത്തിയിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയമായ സ്ഥിരതയുള്ള ഒരു പ്രദേശമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് നാം കേൾക്കുന്ന വാർത്തകൾ ശുഭകരമല്ല. കഴിഞ്ഞ ദിവസം അവിടെയുള്ള റിബൽ ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രി വധിക്കപ്പെട്ടു എന്ന വാർത്ത ലോകമാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയുണ്ടായി. ഇവിടെ റിബലായി ഭരണം നടത്തുന്ന ഔദ്യോഗിക ഭരണകൂടത്തിനെതിരെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഓപ്പൺ ചെയ്യാത്ത വിധം അവിടെ ഭരണം നടത്തുന്നത്, യമനിന്റെ പല ഭാഗങ്ങളും നിയന്ത്രിക്കുന്നത് ഹൂത്തികളാണ്. ഹൂത്തികൾ യമനിൽ പല കാലങ്ങളിലായി അധികാരത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു സെക്റ്റാണ്. നമ്മുടെ ഷിയ വിഭാഗത്തിൽപ്പെട്ട, ഷിയയിലെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അത് ഇസ്ന അഷറികൾ, 12 വിഭാഗങ്ങൾ അവരുണ്ട്. അതിൽ പെടാത്ത മറ്റൊരു വിഭാഗമാണ് ഹുസൈൻ അൽ ഹൂസി എന്ന് പറയുന്ന ആളുടെ പിൻതലമുറക്കാരാണ് ഹൂത്തികൾ. ആ ഹൂത്തികൾ പലപ്പോഴും യമനിന്റെ പല പ്രവിശ്യകളും ദീർഘകാലം, പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ അവരുടെ ഭരണം അവിടെ നിലനിന്നിരുന്നു.